സ്വർണവും വെള്ളിയും 2026 വിപണിയിൽ ആധിപത്യം സ്ഥാപിക്കുമെന്ന് ഗോൾഡ്മാൻ സാക്സ്. ചെമ്പ് നില മെച്ചപ്പെടുത്തുമെന്നും പ്രവചനം. കൃത്യമായ കണക്കുകളുടെ പിന്തുണയോടെയാണ് ഗോൾഡ്മാൻ സാക്സ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. 2026 ആഗോള സെൻട്രൽ ബാങ്കുകൾ പ്രതിമാസം ശരാശരി 70 ടൺ സ്വർണം വാങ്ങിക്കൂട്ടുമെന്നാണ് കണക്കാക്കുന്നത്. അതായത് 2022 മുൻപുള്ള കാലഘട്ടത്തേക്കാൾ 4 ഇരട്ടിയിലധികം. റഷ്യയുടെ കരുതൽ ധനം മരവിപ്പിക്കപ്പെട്ടതിനു ശേഷം രൂപപ്പെട്ട ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളാണ് സ്വർണത്തെ ഇത്രയേറെ പ്രിയപ്പെട്ടതാക്കുന്നതെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. അതുപോലെ കഴിഞ്ഞ വർഷം 137% റിട്ടേൺ നൽകി വെള്ളിയും നിക്ഷേപകരെ ഞെട്ടിച്ചു. അമേരിക്കയിലെ പലിശ നിരക്ക് കുറയ്ക്കുന്നതും ഇലക്ട്രോണിക് സോളാർ മേഖലകളിലെ ആവശ്യകത വർദ്ധിക്കുന്നതും വെള്ളിക്ക് കരുത്താകും. ഒരൗൺസിന് $100 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് വെള്ളി എത്തുമോ എന്നാണ് ഇപ്പോൾ സാമ്പത്തിക ലോകം ഉറ്റുനോക്കുന്നതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. അതേസമയം വ്യാവസായിക ലോഹങ്ങളിൽ രാജാവ് എന്ന് വിളിക്കപ്പെടുന്ന ചെമ്പിന് ഇത് ഒരു കൺസോളിഡേഷന്റെ വർഷമായിരിക്കും. താരിഫ് നയങ്ങളിലെ അനിശ്ചിതത്വം കാരണം വിലയിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടായേക്കില്ലെങ്കിലും AI-യുടെയും പവർ ഗ്രിഡുകളുടെയും വളർച്ച ദീർഘകാലാടിസ്ഥാനത്തിൽ ചെമ്പിന് ഡിമാൻഡ് ഉറപ്പാക്കും. എന്നാൽ ലെഡ് പോലുള്ള മറ്റ് ലോഹങ്ങൾക്ക് വരാനിരിക്കുന്നത് അത്ര ശുഭകരമായ കാലമല്ലെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി.